ഇന്ന് നമ്മുടെ ആയിഷൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലായിടത്തും ചെന്നാൽ വാങ്ങാൻ കിട്ടുന്ന സംഭവമൊന്നുമല്ല. ഒരു അടിപൊളി ഒരു സാധനമാണ്, ഒരു കൗതുകം തോന്നുന്നൊരു സംഭവമാണ്. അപ്പം ആ ഒരു സാധനം ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാനത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ആരും ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. നമുക്കിതൊന്ന് കൊടുത്ത് നോക്കാം, എന്തായിരിക്കും റിയാക്ഷൻ നോക്കാം. അപ്പം ഇത് കൊടുക്കുന്ന പരിപാടിയാണ്. കമാൺ ആയിഷ, അടി വിടുന്ന ഒരു ഇയാളെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? ആ, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവചിക്കാവോ? ആ, എന്നിട്ട് വേറെന്തോ പ്രവചിക്ക്. അയ്യേ, ഡ്രസ്സ് ഞാൻ ഇങ്ങനെ മറച്ചു വെച്ചിരുന്ന അത്രേ ഉള്ള ഡ്രസ്സ്. ഇങ്ങനെ എനിക്ക് പോലും ഐഫോൺ ഇല്ല. എന്നിട്ടാ പറ എന്തായിരിക്കും? ഇനി നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്കൊന്നും ഊഹിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ആയിഷാക്ക് തരുന്നത്. വ്യാളെ ബർത്ത്ഡേ അല്ലല്ലോ, വ്യാളെ നിന്നെ ഇങ്ങനെ നോക്കുന്നത്. ഇത് ആയിഷയുടെ ബർത്ത്ഡേ. എത്രയൊക്കെ ഊഹിച്ചാലും അത് കണ്ടുപിടിക്കാകത്തില്ല. അത്രയ്ക്കുള്ളൊരു സംഭവം. ആ, ഓക്കെ, കൊള്ളാം, ഇഷ്ടപ്പെട്ടാ? നോക്ക്, പൊട്ടിച്ചു നോക്ക് എന്താണ് സംഭവം. അത് ശരിയാണ്. അതാടി ബർത്ത്ഡേക്കാരി. ഈ ബർത്ത്ഡേ കൂടെ അല്ലേ ഉള്ളില്ലേ? ഇല്ലേ, ഇയാൾക്ക് ഈ ബർത്ത്ഡേ കൂടെ അല്ലേ ഉള്ളു. ഇനി ബർത്ത്ഡേ നടത്തോ? അങ്ങനെ വല്ല നടക്കൂ? ഇത് ആരും ഒട്ടിച്ചു? ഞാൻ തന്നെയാ ഒട്ടിച്ചത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല അല്ല അല്ല, അതൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള ഗിഫ്റ്റുകളാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അൺപ്രഡിക്റ്റബിൾ സാധനം ഒക്കെ ഉണ്ട്. ഇത് മറ്റേ അതല്ലേ സാധനം തന്നെ ഓൺലൈനിൽ നിന്ന് കിട്ടിയതാ എനിക്ക്. പൊട്ടിക്കട്ടെ? ആ, പൊട്ടിക്ക്. എല്ലാരെയും കാണിക്കണേ. ഇത് വെക്കാം. ടേബിള് എനിക്കിത് അറിയത്തില്ല കേട്ടോ, ഇതെങ്ങനെയാന്നൊക്കെ. എന്തൊക്കെയുണ്ട് ഇത്? കമ്മല്, ഞാനും ആദ്യമായിട്ടാ കാണുന്നത്. ഇത് മാല, ഇത് 2 കമ്മല്. ഇത് മോതിരോ? ആ, മോതിരം. അതൊക്കെ അപ്പൊ പിന്നെ എടുക്കാം. ഇതെന്താണിത്? എന്തോ സാധനം. ഇത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും നല്ല മുത്ത് കിട്ടും. ആ, അങ്ങനെയാണല്ലേ. ഇയാളിത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇപ്പം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് ഹാപ്പിനെസ്, ലവ്, വിസ്ഡം, വെൽത്ത്. പൊട്ടിക്ക്. അയ്യോ അയ്യോ, ഇത് കടലിൽ നിന്ന് പിടിച്ച അതേണ കിട്ടേക്കുവാണ്. കയ്യിലേ നമുക്ക് പായലൊക്കെ ഉണ്ട്. നമുക്കിത് ഇത് എങ്ങനെ തുറക്കുക? പിച്ചാത്തി വേണ്ടല്ലേ? തുറന്നില്ല, അതോടെ പിടിച്ചു വെച്ചതാ. കൊള്ളാം, കൈമുറിയൂ. ഇതെങ്ങനെയാ? എനിക്കെങ്ങനെ അറിയാം? ഇത് തുറക്കാൻ ഇത് പുഴുങ്ങി നോക്കട്ടെ. എന്നാ വീഡിയോ പിടിച്ചേ ആയിഷ, ആമിന, ഞാൻ നോക്കട്ടെ. എന്താണത്? ഓരോ പീസായിട്ടൊക്കെ ഇറക്കി മാംസം കാണും. ഇത് ജീവനുള്ള എന്തോ ഒരു ജീവിയടി. അതാ മാമ ഓരോ പാട്ടായിട്ട്. എവിടെ കാണിക്ക്? ഞാൻ പിടിക്കാം ഇങ്ങട്. അയ്യോ, ഇത്
ഇതെങ്ങനെ പൊട്ടിക്കുന്നു? എനിക്ക് വാങ്ങിച്ചില്ലല്ലേ, കൊള്ളാം. ഞാക്കൊക്കെ ആര് വാങ്ങുമെങ്കിൽ തന്നെ ഇയാളെ ബർത്ത്ഡേ അല്ലല്ലോ. ഇത് ഭയങ്കര പാട്. കടലിന്റെ വാട മറ്റേ പിച്ചാത്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? പിച്ചാത്തി. പിച്ചാത്തി മാമയാണ് പൊട്ടിക്കുന്നത്. ഈ കടൽ വെള്ളത്തില് ഈ സാധനത്തിന് ഇട്ട് വെച്ചു. നമ്മള് വിചാരിക്കുന്നതൊന്നും കണക്കല്ലേ സംഭവങ്ങൾ കേട്ടാ. ഞാൻ ഇത് ടി ആൻഡ് അഡ്വിക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാ ചെയ്തത്. കൈ മുറിയ പയ്യ എനിക്കല്ലെങ്കിലും ആരും വാങ്ങിച്ചു കല്ലെവിടെ? കല്ല് കിട്ടി ഗൈസ് നമുക്ക്. എനിക്ക് ആ പേരുമായിട്ട് നോക്കി ഈ കല്ല് എന്തിന്റെയാണ്? ഈ കല്ല് ഇതാണെന്ന് തോന്നുന്നു. ലവ് ആണോ? നമുക്ക് വെച്ച് നോക്ക്, നല്ല മാച്ച് ആവുന്നുണ്ട്. തന്നെ ലവ് ആണ് ഗൈസ്. ലവ് ആണ്. ഹെൽത്ത് ആണ്. ഹെൽത്ത് വൈറ്റ് ആണ്. ഇതാണ് കല്ല് സാധനം. ഇനി അടുത്ത എന്താ പരിപാടി? ഒരു കല്ലേ ഉള്ളില്ലേ? ഒരു കല്ലേ ഉള്ളൂ. ഇത് പിടി, ഞാൻ ഇടാം. ഇനി അടുത്തെന്താ പരിപാടി? ഇതിൽ ആണിയൊക്കെ ഇരിക്കുന്നത്. ഞാൻ കൈ എഴുവട്ടെ. പോയി കൈ എഴുതിട്ടോ. അപ്പൊ ഗൈസ് എനിക്ക് കിട്ടിയത് ലവ് ആണ്. എനിക്ക് കിട്ടിയത് ലവ് ആണ് ഗൈസ്. അപ്പൊ ഞാൻ ലവ്ലിയാണ്. എടി ആ ബോക്സ് എന്ത്? ആ ബോക്സിന്റെ പിന്നിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ലാവൻഡർ പർപ്പിൾ ഷെയ്ഡ് വരുന്ന ഇത് മുത്താണ്. ലവ്. എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ വയ്യ ഗൈസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇതെന്താ ചെയ്യാന്ന് നമുക്ക് മാമ വന്നിട്ട് നോക്കാം. പിടി മാമ, പിടി, ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നി മാലയ്ക്കകത്തുള്ള ലോക്ക്. അപ്പൊ ഇതൊക്കെ അങ്ങ് മാറ്റാല്ലേ? ഇതൊക്കെ കളയല്ലേ? ടെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ടെപ്പയും കാര്യങ്ങളൊക്കെയാണ് ഇത്. നമുക്ക് പൊരിച്ചങ്ങട് ചുമ്മാ അവന്മാര് പൈസ വാങ്ങുന്നത് കേട്ടോ. നല്ല പൈസ. മാല എങ്ങനെ ഊരി എടുക്കും? നമുക്ക് കമ്മലൊക്കെ കിട്ടി ഗൈസ്. കമ്മലൊക്കെ ഉണ്ടായിരുന്ന? എന്തൊക്കെ ഉണ്ടായിരുന്നു? മാല ഇത് മാല ഇതിനകത്ത് കുരുങ്ങി കിടക്കുവാണ്. എടുക്കാം നോക്കട്ടെ. എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ. യാളെ ബർത്ത്ഡേക്ക് യാക്ക് വേറെ എന്തെങ്കിലും വാങ്ങിത്തരാം. പോയേ അതും കട്ട് ചെയ്തോളാം. അപ്പം സ്പോഞ്ച് കട്ടി നല്ല കട്ടിയാണെന്നില്ല, ഇങ്ങനെ ആക്കിയാ മതി. മോതിരം എടുക്കാൻ എന്തോ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലേ? ഇത് ഹാർട്ട് ഷേപ്പ് ആയിരുന്നത് ഈ സാധനം. നമുക്ക് തുറക്കാൻ പറ്റത്തില്ലല്ലോ. ആ കല്ല് നോക്കി ഇവിടെ കോടി. ബോക്സിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ കല്ലിനെ പറ്റി. ആ ബോക്സ് എവിടെ? ഈ കല്ല് എനിക്ക് തോന്നുന്നത് ലാവൻഡർ. ഇതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് ഇതാണ് ലാവൻഡർ ഫോർ വിസ്ഡം. ഇതാണ് ലവ് ഫോർ ലവ്. അപ്പൊ എന്റെ വിസ്ഡം ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്ന് ഇനി ഈ ഒരു ദിവസം ഫുൾ എടുക്കും മിക്കവാറും. ഇതാണ് സംഭവം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ഒക്കെ കാണും. നോക്കണമെങ്കിൽ ഈ കമ്മലൊന്ന് ഫിറ്റ് ചെയ്യൂ. അതൊക്കെ പിന്നെ ചെയ്യാം. ഫസ്റ്റ് ഇത് എങ്ങനെ എടുക്കും? അപ്പൊ ഗൈസ് ഇത് മുട്ട മണി കിട്ടി. ഇത് കുരുക്കിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു. അതാ ഭയങ്കര സേഫ്. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഫുള്ള് കുരുങ്ങി. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനൊരു ഗിഫ്റ്റ് എൻ്റെ മനസ്സിൽ പോലും ഇത് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആകെ കുഞ്ഞ മാത്രം ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മാമ എനിക്ക് വിഷമമുണ്ട്. അങ്ങ് അടങ്ങി. ഇത് എൻ്റെ ബർത്ത്ഡേ ആണ്, നോട്ട് യുവർ ബർത്ത്ഡേ. ഇതങ്ങ് പൊട്ടിച്ചങ്ങെടുത്ത ആമിന പറഞ്ഞൊരു ഐഡിയ ആണ്. ഇതിപ്പോ ഈ കുരുക്കഴിച്ചിട്ട് അടുത്ത പിന്നെ പിടിക്കാം വീഡിയോ. അങ്ങനെ കൊടുക്ക നമ്മള് കുരുക്കൊക്കെ അഴിച്ച് എനിക്ക് കാണിക്കത് കിടത്ത് കുരുക്കൊക്കെ അഴിച്ച് ഇനി ഈ ചുട്ടിയുടെ അകത്ത് ഈ ചുട്ടിയുടെ അകത്ത് ഈ കല്ല് ഇടണം.
അതാണ് ഇനിയുള്ള പരിപാടി. അതിന്റെ കൂടെയുള്ള മോതിരമാണ് ഇത്. ഇതിന്റെ വരുന്ന മോതിരം, കമ്മല്. കമ്മല് 2 ആണിയാണ്. സംഭവമൊക്കെ കൊള്ളാം. പിന്നെ ഇനി നമ്മൾ ഫുള്ള് കല്ലിന്റെ പരിപാടി കേട്ടെ. അല്ലല്ല, അത് തുറക്കാക്കുമെന്ന് തോന്നുന്നു. അല്ലല്ല, എനിക്ക് നോക്കട്ടെ. ഇതില്ലേ, ഇതിവിടെ അഴിച്ചിട്ട് അതിലേ കൂടി പയ്യെ ഇങ്ങനെ എടുത്ത് ഇത് തുറന്നെടുക്കത്തില്ലേ? ഇതിന്റെ അകത്താണ് വീഴേണ്ടുള്ളത്. ഈ സാധനത്തിനകത്താ വീഴേണ്ടുള്ളത്. നോക്കട്ടെ, ക്യാമറ പിടിച്ചേ. എങ്ങനെയാണ് എന്നുള്ളതാണ്. അതാണ്ട് ഇങ്ങനെയാ. ഇത് അഴിക്കണം. അപ്പൊ അഴിക്കണം. അപ്പൊ നമുക്കിത് അഴിക്കാം. ഏതാണ്ട് ഇങ്ങനെ ആക്കണം. ഇത് എങ്ങനെയാണ് ഞാൻ തുറന്ന? അതാണ്ടേ, ഇത് ഇങ്ങനെ തുറന്നിട്ട് ഈ നമ്മൾ നമ്മുടെ പേളിന്റെ അകത്തുനിന്ന് എടുത്ത കല്ലിനെ എടുത്ത് ഇതിന്റെ അകത്ത് ചിപ്പി കിട്ടത്തില്ലല്ലേ? എവിടെ അങ്ങനെ പോകത്തില്ലേ? കുഞ്ഞു സാധനം. എന്തായാലും നിങ്ങളെയൊക്കെ ഞെട്ടിച്ചൊരു സാധനമല്ലേ ഇത്? ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല സത്യം പറഞ്ഞാ. അതാണ് കൊണ്ടുവന്നപ്പോ എന്തോ ഒരു ഭയങ്കര ഹാപ്പി മൂടായിരുന്നില്ലേ? ഇതിനകത്ത് എന്തായിരിക്കും? അങ്ങനെ നമ്മൾ ഇട്ടു. നല്ല രസമുണ്ട്. ഇനിയാണ് സർപ്രൈസ്. ഇതില്ലേ, ഇത് ഈ പേള് ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ കളറാണ്. അപ്പം ഇതിൽ നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഇത്രയും ഐറ്റങ്ങളാണ്. കണ്ട, 2 ആണി, കമ്മല്, മാല എല്ലാം. അയ്യോടാ, കഷ്ടോടാ, പാവോടാ. പക്ഷെ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിലും ഇവിടെ 2 എണ്ണം വാങ്ങിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ പൊരിഞ്ഞ വഴക്കും അടിയും. ഇതിനൊക്കെ മുഖമൊക്കെ കയറ്റിയിരിക്കും. ഇനി നമ്മൾ ഇതൊക്കെ ഒതുക്ക്. ഈ ഒരെണ്ണം ഒതുക്ക്. നമുക്കിനി ഇതിന്റെ ഇത് ഞാൻ വേണ്ടെന്നാ ഈ ഗിഫ്റ്റ് പേപ്പർ വാങ്ങിച്ചു. അല്ലല്ല, അത് ഇയാളുടെ ഇത് മാറ്റി വയ്ക്കേ. ഇയാളുടെ എല്ലാം ഒതുക്കി കൊണ്ടുപോയി. നീ ഇയാളുടെ പൊട്ടിക്ക്. അവനാടത് പൊട്ടിക്ക്. അത് കൈമുറി. പറ്റൂല. അതെന്താ പറ്റാത്തെ? ഇത് റോസാണ്, മറ്റേ പർപ്പിൾ കളറായിരുന്നു. ഇത് എന്റെ ആഗ്രഹം. അപ്പൊ ഗൈസ്, ആമിനെ കത്തിയും കുറച്ച് ആർത്തിയുള്ളത് എനിക്കാണ്. ബർത്ത്ഡേക്കാരിയുടെ വിചാരം 2 ബർത്ത്ഡേക്കാരിയുടെ ഞാൻ ഇതുവരെയായിട്ട് പൊട്ടിച്ചില്ല. അപ്പൊ ഇത് മാത്രം പൊട്ടിച്ചിരിക്കുന്നതാ. ഞാൻ ബാക്കിയില്ല. ഇല്ല, അതൊക്കെ അല്ല, കുഴപ്പമില്ല. ഞാൻ പൊട്ടിച്ചു. അനങ്ങനെയൊന്നുമില്ല പോയി മരിച്ചത്. എന്നാലും ഇത് കൂട്ടിനകത്തിറക്കുന്നു. ഞാൻ പൊട്ടിക്ക്. ഇതിന്റെ കൂടെ ഉള്ളതാണ്. എന്നാ പൊട്ടിക്ക്. കൈ മുറിക്കണേ. മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും. ഇത് അറിയത്തില്ലെങ്കിൽ എന്തേതാ കൊണ്ടുവന്നിട്ട് തീരുന്നില്ലല്ലോ. കുറെ നേരം ആയല്ലോ. നടക്കോ പൊട്ടട്ടെ. എന്തിനു പാടിത്? ആമിന അതിന്റെ കൈ ആമിന മുമ്പേ പറഞ്ഞായിരുന്നു
നമ്മുടെ ഹെൽത്തി കുട്ടാ ഇതിന്റെ ഇറച്ചിയൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കൈ കഴുകു ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് കൈ കഴുകു ഇത് കൂടെ കൊണ്ട് കൈ കഴുകിട്ടൊക്കെ ഇതാണ് എന്റെ ഇനി നമ്മൾ ഇതിനെ മാറ്റി വെച്ചിട്ട് അടുത്ത അതിന്റെ സംഭവ വികാസങ്ങളെല്ലാം എടുക്കണം. ഇതിലും ഈ പറഞ്ഞ കണക്ക് തന്നെ 2 കമ്മലിന്ന് ഈ ആണി എടുത്തിട്ട് ഇതില് ക്യാമറമാനായിട്ട് നമുക്ക് ആരുമില്ല ഇവിടെ. അവനാണ് കൈ ലൂസ് തള്ളവണ്ടി പോലും കയറുന്നില്ല. അപ്പൊ കമ്മല് ഇത് ഇനി നമ്മുടെ പേളിന്റെ സ്റ്റോണ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ചടങ്ങ് പരിപാടിയാണ് കേട്ടോ ഇതിനാര് കൊറിയർ ചെയ്ത് കൊടുത്താലും ഇങ്ങനെ ഒന്നും ചുറ്റിക്കെട്ടി വെക്കരുത്. കാരണം ഈ ചെയിന് വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ഒരു കൗതുകമുള്ളൊരു സാധനം. കുഴിക്കൊക്കെ നേരത്തെ കുറെ സമയം അടിച്ചിട്ടാണ് മാമാക്ക് അതിന്റെ ട്രിക്കൊക്കെ കിട്ടുമ്പോ മാമ ഇങ്ങനെ ഭയങ്കര ബുദ്ധിശാലിയാണ്. അത്ര പൊക്കണ്ട. അങ്ങനെ നമ്മൾ ഇതിന്റെ അകത്തോട്ട് സ്റ്റോൺ കേറ്റാൻ പോവുകയാണ്. ഇത് ഭയങ്കര കുറച്ച് ടാസ്ക് ഉള്ള ഇത് കൊള്ളാല്ലേ ഈ സാധനം അല്ലേ? കിളിക്കൂടുമല്ലേ? കിളിക്കൂടുമല്ലേ? ഇതിനെ ഇങ്ങനെ അങ്ങ് ആക്കി ഇതിനകത്ത് കിടന്നോളൂ. പിന്നെ ഇത് പോകത്തില്ല. പിന്നെ പോണെങ്കിൽ നമ്മൾ വീണ്ടും അഴിക്കണം. ഈ ചെയിൻ അഴിക്കണം. കുഞ്ഞി ചെയിന് അത് ഇത്രേ കുരുക്കിയ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതൊക്കെ ഇട്ടോണ്ടങ്ങ് പോയാൽ മതി. എല്ലാം റെഡിയാക്കി. രണ്ടുപേരും നമ്മള് ഇതാണ് നമ്മുടെ രണ്ടുപേരുടെയും സാധനം. 2 മാല, 2 റിങ്, 2 കമ്മൽ. അപ്പം ഇഷ്ടപ്പെട്ടില്ലേ? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ ഐറ്റം. ഒന്നും പറയാനില്ല. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കുരിഞ്ഞു വന്നതാണ്. ഉമ്മാരെ നമുക്ക് ഇടിക്കാം. കറി വെക്കാൻ പറ്റിയ നല്ല ചെറിയ കക്കയാണ്. ഇതിന്റെ അകത്ത് ഇതുപോലത്തെ ഒരു നോട്ടീസാണ്. ഇപ്പോൾ ഇങ്ങനെ കള്ളത്തിന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്ക് ഫുള്ളും വെള്ളയാണ്. വീഡിയോ ഓക്കെ, ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാം. എന്റെ കുഞ്ഞാന്ന് എനിക്ക് തന്നത് എന്റെ കുഞ്ഞ തന്നത് എന്തൊക്കെയാ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരെണ്ണങ്ങ് പറയണം അല്ലേ? എന്തൊരു ജാടൊന്നിന് അഹങ്കാരം. എനിക്ക് സൈക്കിളൊക്കെയാണ് വിചാരിക്കുന്നത്. ഇതിന്റെ പേര് ബ്രഷ് പെൻസ് എന്നാണ്. ഇത് ഞങ്ങൾ ക്യുക്സേന്ന് മേടിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് 12 കളേഴ്സ് ആണ്. ഇതിന്റെ വകുപ്പൊന്നും എനിക്കറിയത്തില്ല. പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഞാൻ വീഡിയോ പിടിക്കാം. പേപ്പർ എടുക്കാം. ഇതുണ്ടോ? ഇതിപ്പോ ഒരു പേപ്പർ. ഇത് കുഞ്ഞ് വാങ്ങി തന്നതാ. ഇത് ഒരു സൈഡില് ഇതുപോലെ ബ്രഷ് പോലത്തെ സാധനമാണ് വരുന്നത്. പെയിന്റിംഗ് ബ്രഷ് ഒക്കെ ഇല്ലേ, അതുപോലെ. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേ സൈഡ് വരുന്നത് കുറച്ച് തിക്കായിട്ടാണ്. അപ്പൊ അത് നമുക്ക് ഹൈലൈറ്റർ ഒക്കെ പോലെ യൂസ് ചെയ്യാം. കണ്ടോ? 2 രീതിയിൽ എഴുതാല്ലേ? ഇതിന് 12 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഈ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചില്ലേ? ഇനി ഡ്രസ് പിന്നെ ആവട്ടെ. ഡ്രസ്സിന്റെ കാര്യം എന്തായി? ഡ്രസ്സൊക്കെ ഇതാണോ? ഡ്രസ് ഇത് ഞങ്ങള് ഫാഷൻ ഫാക്ടറിന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ
ശരി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറയാ, ബൈ ടാറ്റ സീ യു. അയ്യേ വൈൻഡപ്പ് ചെയ്യാൻ അറിയത്തില്ല.